ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ എന്നെ പ്രത്യക്ഷീകരണത്തിനെ സാക്ഷിയായി നിർത്തിയ ഈശോയ്ക്കും ദൈവമാതാവിനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് സനിത. ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 14/7/2023 ഞാൻ കൃപാസനത്തിലേക്ക് വരാനുണ്ടായത് എനിക്ക് പള്ളിയിൽ വെച്ച് ഒരു കൃപാസന പത്രം ലഭിക്കുകയും അതുവഴി ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ട് എൻ്റെ നിയോഗം സമർപ്പിക്കുകയും ചെയ്തു. ആ സമയത്ത് എനിക്ക് അലർജി അസുഖങ്ങളുണ്ടായിരുന്നു. അലർജി എന്ന് പറഞ്ഞാൽ നല്ല തുമ്മൽ, ചുമ, കഫക്കെട്ട്, പനി, സ്കിൻ റാഷസ്. എപ്പോഴും എനിക്കിത് ഇടവിട്ട് വരികയും 15 വയസ്സ് മുതലാണ് എനിക്കിത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ എനിക്ക് 36 വയസ്സായി. എന്നാലും എനിക്ക് ഇത് മരുന്ന് കഴിക്കും, മാറും. പക്ഷെ പിന്നെ ഇത് ഇടവിട്ട് വരികയും ഇത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തിരുന്നു. പിന്നെ കണ്ണിലാണെങ്കിലും നമുക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ കണ്ണിൽ പൊടി പോകുന്ന അവസ്ഥ, കണ്ണ് ചൊറിയുക, കണ്ണിൽ ചുവന്ന് കലങ്ങുന്ന അവസ്ഥ, എപ്പോഴും തുമ്മുക, ജലദോഷം, മൂക്കിൽ പിടിക്കുകയാണെങ്കിൽ കുറേ തുണീൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയത്ത് അതും ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയറിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെയും വൈകിട്ടും ചൊല്ലായിരുന്നു. ആ സമയത്തൊക്കെ എനിക്ക് അലർജി സംബന്ധമായ അസുഖം കൂടി വരികയും ഞാൻ ഡോക്ടറെ കാണിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞു, ഇത് ഇടവിട്ട് മരുന്ന് കഴിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ അവസ്ഥ മോശമായിട്ടാണ് വരുന്നത്, അതുകൊണ്ട് മരുന്ന് കഴിക്കേണ്ട, മരുന്ന് നിർത്തിക്കോ, ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതിയെന്ന്. പക്ഷേ എനിക്ക് ഒരു ഫുഡും കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എന്ത് ഫുഡ് എടുത്താലും എനിക്ക് ഈ സ്കിൻ ഡിസീസ് കൂടി വന്നു. ചൊറിച്ചിലാണ് മെയിനായിട്ട്. അത് പ്രൈവറ്റ് പാർട്സിൽ പലതരത്തിലും, തലയിൽ വരെ ചൊറിച്ചിൽ, കണ്ണിൻ പീലി, മൂക്ക് ചൊറിച്ചിൽ, വല്ലാത്ത അസ്വസ്ഥയായിരുന്നു. ചൊറിഞ്ഞ് തടിക്കുന്ന അവസ്ഥ കൂടി വന്നു. ആ സമയത്ത് ഞാൻ മാതാവിനോട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് പ്രാർത്ഥിച്ചു. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, ഡോക്ടർ ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഞാൻ കിടക്കുന്ന സമയത്ത് എൻ്റെ ജനലിൽ ഒരു സിൽവർ ഗ്രേ കളറിൽ ഒരു വെളിച്ചം കാണുകയും അത് ആദ്യം മിന്നാമിനിങ്ങിൻ്റെ വലിപ്പത്തിലാണ് ഉണ്ടായിരുന്നത്. അത് കൂടി വന്ന് എൻ്റെ കൈപ്പത്തീൻ്റെ വലിപ്പം വരെ എത്തുകയും ചെയ്തു. എങ്കിലും പിറ്റേ ദിവസം ആയപ്പോഴത്തേനും ഞാൻ ഉടമ്പടി എടുക്കാനോ ഇവിടെ വരാനോ അതിനെക്കുറിച്ച് ആലോചിച്ചേ ഇല്ല. പക്ഷേ പിറ്റേ ദിവസം ഞാനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ചെവിട്ടിൽ ആരും ഇങ്ങനെ 2 പ്രാവശ്യം പറഞ്ഞു, കൃപാസനത്തിൽ പോ. അതൊരു ശാസനയോടെയാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി മാതാവ് എന്നെ കൃപാസനത്തിലേക്ക് വിളിക്കുകയാണെന്ന്. അങ്ങനെ ഞാൻ ഇവിടെ എത്തി. ഇവിടെ നടയിൽ ഞാൻ വിശ്വസിച്ചിരുന്നത് എനിക്ക് ഈ മണ്ണിൽ കാല് കുത്തുമ്പോൾ തന്നെ എനിക്ക് രോഗസൗഖ്യം ലഭിക്കുന്നതാണ്. അതേമാതിരി തന്നെ ഞാൻ ഇവിടെ എത്തിയ സമയത്ത് എനിക്ക് ഭയങ്കര ഹീലിംഗ് ആണ് ഉണ്ടായത്. ഭയങ്കര ഹീലിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആ സമയം ഉണ്ടായിരുന്ന ചൊറിച്ചിൽ അതെവിടെ പോയിന്ന് തന്നെ എനിക്കറിയില്ല. പിന്നെ ആ സമയത്ത് ഗ്യാസ്ട്രിക് പ്രശ്നം, എനിക്ക് ഒരു ഫുഡ് എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതും എനിക്ക് അപ്പം തന്നെ മാറിക്കിട്ടി. എൻ്റെ മേത്തൊരു തണുപ്പും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുകയും ചെയ്തു. പിന്നെ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയി. അന്ന് വൈകുന്നേരം ഞാൻ പോയി കുമ്പസാരിച്ചു. അന്ന് രാത്രി ഞാൻ എല്ലാ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു. എൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ചു, ഉപ്പിട്ട് വെള്ളം ഞാൻ കുടിച്ചു. എല്ലാ കയ്യിലും മേത്തും എവിടെയൊക്കെ എനിക്ക് അസ്വസ്ഥതകളുണ്ടായിരുന്നോ, ചൊറിച്ചിലുണ്ടായിരുന്നോ അവിടെയൊക്കെ ഞാൻ പുരട്ടി. എൻ്റെ മക്കൾക്കും ഞാനത് യൂസ് ചെയ്തു. അന്നത്തെ രാത്രി എനിക്ക് ഭയങ്കര അനുഭവമാണ് ഉണ്ടായിരുന്നത്. എൻ്റെ വയറ് കലങ്ങി മറിയുന്നൊരു വലിയൊരവസ്ഥയുണ്ടായി. ആ സമയത്ത് എൻ്റെ അരയ്ക്ക് കീഴ്പോട്ട് നന്നായിട്ട് വൈബ്രേഷൻ അനുഭവപ്പെടുകയും നല്ല തണുപ്പ് അനുഭവപ്പെടുകയും ചെയ്തു. ആ സമയത്ത് എൻ്റെ കാലിൽ വെരിക്കോസിസ് വെയിനും ഉണ്ടായിരുന്നു. കാലിന് നരമ്പ് തടിച്ചിരിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അവിടെയും ഞാൻ ഈ തൈലം പുരട്ടിയായിരുന്നു. ആ സമയത്ത് കാലും ഒക്കെ നല്ല വേദനയായിരുന്നു. പെട്ടെന്നാണ് ഞാൻ ഉറങ്ങിപ്പോയത്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് വാഷ്റൂമിൽ പോയി വന്നതിന് ശേഷം എനിക്ക് 75% എൻ്റെ അസുഖത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ഞാൻ വിമുക്തിയായതായിട്ട് എനിക്ക് തന്നെ മനസ്സിലായി. അതെനിക്ക് മാതാവ് ബോധ്യപ്പെടുത്തി തരികയും ചെയ്തു. ഇപ്പോഴും അലർജി സംബന്ധമായ എല്ലാ അസുഖങ്ങളിൽ നിന്നും എനിക്കും എൻ്റെ മക്കൾക്കും മാതാവ് ഈ നേർച്ച വസ്തുക്കളിലൂടെ പൂർണ്ണ രോഗസൗഖ്യം തന്ന് അനുഗ്രഹിച്ചു. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. രണ്ടാമതായിട്ട് ഞാൻ 2010 B.Ed പാസ്സായത്. ആ പാസ്സായ സമയത്ത് എനിക്ക് കേട്ടറ്റ് എക്സാം ഞാൻ എഴുതാനായിട്ട് ഒരുപാട് ശ്രമിച്ചിരുന്നു. 10 തവണയോളം ഞാൻ കേട്ടറ്റ് എക്സാം എഴുതി. ഹൈസ്കൂളിലേക്കുള്ള എക്സാം ആയതുകൊണ്ട് അത് ഭയങ്കര ടഫായിരുന്നു. എനിക്കത് എഴുതിയെടുക്കാനൊന്നും കഴിഞ്ഞിരുന്നില്ല. ആ സമയത്ത് ഞാനിവിടെ നിയോഗം വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അങ്ങനെ എനിക്ക് കേട്ടറ്റ് എക്സാമിൻ്റെ സമയത്ത് ഞാൻ
നെറ്റിയിൽ കുരിശ് വരച്ച് പോകുകയും എൻ്റെ ഹോൾ ടിക്കറ്റിൽ കുരിശ് വരയ്ക്കുകയും ഉപ്പിടുകയും പ്രാർത്ഥിക്കുകയും കാശ് രൂപം കൊണ്ട് എൻ്റെ ആൻസർ ഷീറ്റിലും കുരിശ് വരച്ച് ഞാൻ എക്സാം എഴുതി. എത്രയും ദയുള്ള മാതാവിയും നന്മ നിറഞ്ഞ മറിയം ചൊല്ലിയാണ് ഞാൻ കേട്ടിട്ട് എക്സാം എഴുതിയത്. അതിൽ 2 ഓപ്ഷൻസ് എപ്പോഴും ഓരോ ക്വസ്റ്റ്യൻസ് ഞാൻ വായിച്ച് നോക്കുമ്പോൾ എനിക്ക് 2 ഓപ്ഷൻസ് മാത്രമാണ് എൻ്റെ മനസ്സിലേക്ക് വരിക. അതായത് 2 ആൻസേഴ്സ് എനിക്ക് വരുമായിരുന്നു. അപ്പോൾ ഫസ്റ്റത്തെ ആൻസർ ഞാൻ എൻ്റെ മനസ്സിൽ നിരൂപിക്കുന്ന ആൻസറും രണ്ടാമത്തെ എനിക്ക് മാതാവ് പറഞ്ഞു തന്ന ആൻസറുമായിരുന്നു. അതെനിക്ക് മാതാവ് ബോധ്യപ്പെടുത്തി തരികയും ഞാൻ രണ്ടാമത് മാതാവ് പറഞ്ഞു തന്ന ആൻസറാണ് ഞാൻ എല്ലാത്തിലും ബബിൾ ചെയ്തത്. അതുകൊണ്ട് ആ മാതാവ് പറഞ്ഞു തരുന്ന എല്ലാ ആൻസറും ഞാൻ ബബിൾ ചെയ്തുകൊണ്ട് എനിക്ക് കേട്ടൻ്റെ എക്സാം ഞാൻ പാസ്സാവുകയും ചെയ്തു. ഈശോയ്ക്കും ദൈവമാതാവിനും കോടാനുകോടി നന്ദി. അടുത്ത സാക്ഷ്യം, എൻ്റെ മകൾ 7ാം ക്ലാസ് വരെ ICSE ആണ് പഠിച്ചിരുന്നത്. അപ്പോൾ 8th ഞങ്ങൾക്ക് ഇവിടെ കേരള സിലബസിലേക്ക് മാറ്റണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആഗ്രഹിച്ച ഒരു സ്കൂളിലേക്ക് അവൾക്ക് ഞങ്ങൾ അഡ്മിഷന് വേണ്ടി നോക്കുകയും ചെയ്തു. പക്ഷേ അവിടെ 300ഓളം കുട്ടികളുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങൾക്ക് കിട്ടില്ല എന്ന് തന്നെയാണ് അവിടെ ഞങ്ങൾ അന്വേഷിച്ച് പറഞ്ഞത്. 65 കുട്ടികൾക്ക് മാത്രമേ അവിടെ സീറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ അവർ. അപ്പം ഞാൻ മാതാവിനോട് ലൈറ്റൊക്കെ ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ ലൈറ്റൊക്കെ പ്രേയറും ഇട്ട് പ്രാർത്ഥിച്ചു. മോക്ക് അവിടുത്തെ അച്ഛനെ ഞങ്ങൾ കാണാൻ ചെന്നതും ആ അച്ഛൻ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി മോൾക്ക് അവിടെ അഡ്മിഷൻ ശരിയാക്കി തരികയും ചെയ്തു. അതേമാതിരി തന്നെ ഇവൾ 10th എക്സാം എഴുതുന്ന സമയത്ത് അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ ട്യൂഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും അവൾക്കത് വളരെയധികം കൂടുതൽ സങ്കീർണമായ അവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു. അവൾ പറഞ്ഞു, അമ്മ എനിക്ക് ട്യൂഷന് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൾ ട്യൂഷൻ ഒഴിവാക്കി. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, മോളെ നീ എന്നാലും മാതാവിനോട് പ്രാർത്ഥിക്കുക, രാവിലെ പ്രദക്ഷിണ പ്രാർത്ഥനയും വൈകുന്നേരം ചൊല്ലുക, ബൈബിളും വായിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവളത് ചെയ്തു. വീട്ടിലിരുന്ന് പഠിച്ചു, എല്ലാ കാര്യങ്ങളും കറക്റ്റാക്കുകയും ചെയ്തു. പക്ഷെ എന്നാലും മോഡൽ എക്സാമിൻ്റെ സമയത്തും പബ്ലിക്കിൻ്റെ സമയത്തൊക്കെ ഭയങ്കര ടഫായിട്ടാണ് കാര്യങ്ങൾ നടന്നത്. എക്സാം ഭയങ്കര ടഫായിരുന്നു അവൾക്ക്. പക്ഷേ ഞാൻ അപ്പോഴും ഇവളെ പള്ളിയിൽ കൊണ്ടുപോവുകയും രാവിലെ ഞങ്ങൾ പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച് അവിടെ തന്നെ ഇരുന്ന് പഠിക്കുകയും രാവിലെ പോകുന്ന സമയത്ത് 5:30 ഡെയിലി ബ്രെഡ് കൂടിക്കൊണ്ടാണ് ഞങ്ങൾ പള്ളിയിലേക്ക് പോവുക. പിന്നെ അതേസമയം തന്നെ ഇവൾക്ക് ഞാൻ കുരിശ് വരച്ച് കൊടുക്കുകയും ഉപ്പിട്ട വെള്ളം കൊടുത്ത് പ്രാർത്ഥിക്കുകയും എക്സാമിന് പറഞ്ഞയക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ജോസഫ് അച്ഛനെ കണ്ട് എനിക്ക് ഇവളെ ആശീർവദിപ്പിക്കണമെന്നും കാശ് രൂപം ഇവൾക്ക് കൊടുത്ത് വിടണമെന്നും. പക്ഷേ എനിക്ക് ആ സമയത്ത് കൃപാസനത്തിലേക്ക് വരാനുള്ള ഒരവസ്ഥയിലായിരുന്നില്ല. സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുന്ന അവസ്ഥ. ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് വരാനും സാധിച്ചില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന് അച്ഛൻ അനുഗ്രഹം വാങ്ങാൻ സാധിക്കുന്നില്ല. നീ തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് പോണേ, അവളെ കൊണ്ട് പരീക്ഷ നീ തന്നെ എഴുതിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അന്ന് ഒരു ദിവസം ഞാൻ ഞായറാഴ്ച എക്സാം അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പള്ളിയിൽ പോയപ്പോൾ അവിടെ മുകളിലത്തെ നിലയിലാണ് ഞാൻ പോയിരുന്നത്. അപ്പോൾ അവിടുത്തെ ജനലിൻ്റെ സൈഡിൽ ഒരു കൃപാസനം കാശുരൂപം, അത് ഓവൽ ഷേപ്പിലാണ് ഉണ്ടായിരുന്നത്. ആ ഓവൽ ഷേപ്പിലെ കൃപാസനം കാശുരൂപമാണ് ജനലിൽ വെച്ചിരുന്നു. അത് ആരോ കൊണ്ടുവന്ന് വെച്ച പോലെ തന്നെയാണ് അവിടെ ഇരുന്നത്. അതിൻ്റെ കൊളുത്താണെങ്കിലോ ആരും യൂസ് ചെയ്തിട്ടില്ലാത്ത കൊളുത്തും. ഞാൻ നന്നായിട്ട് നോക്കിയിരുന്നു അത് പുതിയ കൊളുത്താണോ അല്ലെങ്കിൽ ആരെങ്കിലും മാലയിൽ നിന്ന് അറ്റുപോയതാണോ എന്ന്. പക്ഷെ ആയിരുന്നില്ല, അത് ശരിക്കും പുതിയ കൊളുത്ത് തന്നെയായിരുന്നു. അത് ഞാൻ എൻ്റെ മോളുടെ മാലയിൽ കൊളുത്ത് വിട്ട് അവൾ ആ കാശുരൂപം വെച്ചിട്ടാണ് ഇവിടെ പരീക്ഷ എഴുതി. അങ്ങനെ അവൾ ഫുൾ A+ 10th മാർക്ക് വാങ്ങുകയും എല്ലായിടത്തു നിന്നും അവൾക്ക് കൂടുതൽ സമ്മാനങ്ങളും ഒക്കെ നൽകി മാതാവ് അവളെ അനുഗ്രഹിച്ചു. ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി. പിന്നെ അതേമാതിരി തന്നെ ഇവൾ കൊക്കോ എന്ന് പറഞ്ഞൊരു സ്പോർട്സിനും ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവളുടെ ടീം വളരെയധികം മോശമായിരുന്നു. അവളവിടെ കോച്ച് ചെയ്യാനോ നല്ല സാറുമാരോ നല്ലോണം കളിക്കുന്ന പിള്ളേരോ അങ്ങനെ ഒരു നല്ല ടീമായിരുന്നില്ല. ആവറേജ് ഒരു ടീം. പക്ഷെ ഇവർ കളിക്കുന്നവരുണ്ടായിരുന്നു. അങ്ങനെ ഇവരൊരു മത്സരത്തിന് പോയി, സബ് ജില്ലയിലേക്ക് അവർ മത്സരിക്കാൻ. പക്ഷേ ഏറ്റവും നല്ല ടീമിൻ്റെ കൂടെയാണ് അവർ മത്സരിക്കാൻ പോയത്. അപ്പോൾ ഇവൾ പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, എനിക്ക് ഈ മത്സരത്തിന് സമ്മാനം വാങ്ങണം, ഫസ്റ്റ് വാങ്ങണമെന്ന് ഇവൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇവൾ കളിക്കുന്ന സമയത്ത് കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നു, എത്രയും നീളം മാതാവേ ചൊല്ലിക്കൊണ്ടിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം ഭയങ്കര മഴയും ഉള്ളൊരു ദിവസമാണ്. ആ ഗ്രൗണ്ട് മുഴുവനും നിറച്ച് വെള്ളവും ചെളിയും ഒക്കെയാണ്. അപ്പോൾ ഇവർ കളിക്കുന്നതും ആ ഭാഗത്ത് തന്നെയാണ്.
പക്ഷേ ഇവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സൈഡിൽ നിന്ന് ഇവൾക്ക് ഒരു ബ്രൗൺ കളർ കൊന്ത കിട്ടുകയും അവൾ ആ കൊന്ത എടുത്തപ്പോൾ ആ കൊന്തയിൽ ഒരു ചെളിയോ ഒരു മണ്ണോ തലേ ദിവസത്തെ മഴയോ ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അവൾക്ക് അത് മാതാവ് അപ്പം തന്നെ കൊടുത്തതാവാനായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ആ കൊന്ത വെച്ച് അവൾ കളിക്കുകയും അവർക്ക് സബ് ജില്ലയിൽ ഫസ്റ്റ് ലഭിക്കുകയും ജില്ലാ സെലക്ഷൻ ലഭിക്കുകയും ചെയ്തു. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത് എൻ്റെ അടുത്തുള്ള ഓൾഡ് ഏജ് ഹോമിൽ ക്ലീൻ ചെയ്യാൻ പോകുക. അവർക്ക് അടിച്ചു തുടച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കും. പിന്നെ അവരോട് സംസാരിക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ബസ് സ്റ്റാൻഡുകളിലൊക്കെ പത്രം കൊടുക്കുക. പിന്നെ ക്രൈസ്തവരായവരോട് പറയുക ഈശോനെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും എനിക്ക് ലഭിച്ച രോഗസൗഖ്യം അത് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആത്മീയമായിട്ടെന്ന് പറഞ്ഞാൽ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കൂടും, സാക്ഷ്യങ്ങൾ കാണും, അത് നമ്മൾ ഷെയർ ചെയ്യും, സ്റ്റാറ്റസ് ഇടും, ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യും, വചനം വായിക്കും. വചനം പഠിക്കാനും നല്ല താല്പര്യമുണ്ട്, അതുകൊണ്ട് എല്ലാ വചനങ്ങളും പഠിക്കുന്നുണ്ട്. അരമണിക്കൂർ ബൈബിൾ വായിക്കുന്നുണ്ട്. ഉടമ്പടി ധ്യാനം മുടങ്ങാതെ കൂടിയില്ലെങ്കിലും എല്ലാം വിടാതെ കൂടാറുണ്ട്. കുമ്പസാരം 2 ആഴ്ചയിലൊരിക്കൽ നടത്താറുണ്ട്. ഇത്രയും ചെയ്താൽ ദൈവമാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി.